നമസ്കാരം, പീസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ലബോറട്ടറി അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള ദേവസ്വം ബോർഡ് LDC പരീക്ഷകൾ എത്തിക്കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഒരു 20 ഡേ സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡേ 6 ആണെന്ന് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. 20 ഡേ സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് ഡേ 6 ആണ്. ഇന്ന് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാ? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിന് വ്യക്തികൾ നൽകിയ വിശേഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? NA പൽക്കിവാലയാണ്. ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ഹിദായത്തുള്ളയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഹിദായത്തുള്ളയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? KM മുൻഷിയാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും രത്നവുമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ഠാക്കൂർ ദാസ് ഭാർഗവാണ്. ഓർത്തോളനെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും രത്നവുമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ഠാക്കൂർ ദാസ് ഭാർഗവാണ്. ഭരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തിയറി എന്നുള്ള പുസ്തകത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ പുസ്തകം കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളണേ. അപ്പോ ഭരണഘടനയുടെ കീനോട്ടാണ് ആമുഖം എന്ന് പറഞ്ഞത് ആരാണ്? ഏണസ്റ്റ് ബാർക്കർ ആണ്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ആൻഡ് ദ പൊളിറ്റിക്കൽ തിയറി എന്നുള്ള പുസ്തകത്തിലാണ് ഏണസ്റ്റ് ബാർക്കർ ഭരണഘടനയുടെ കീനോട്ടാണ് ആമുഖം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാ? ആർട്ടിക്കിൾ 32നെയാണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായതെന്ന് അറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങളിൽ തന്നെ മൗലികമായതെന്ന് അറിയപ്പെടുന്നത് ഏതാ? ആർട്ടിക്കിൾ 32 ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാ? ഹേബിയസ് കോർപ്പസ് ആണ്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ട് മാൻഡമസ് ആണ്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാ? മാൻഡമസ് ആണ്. വിലക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് പ്രൊഹിബിഷൻ ആണ്. വിലക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? പ്രൊഹിബിഷൻ ആണ്. എന്ത് അധികാരം എന്ന അർത്ഥം വരുന്ന റിട്ട് ക്വോ വാറന്റോയാണ്. എന്ത് അധികാരം എന്ന അർത്ഥം വരുന്ന റിട്ട് ക്വോ വാറന്റോയാണ്. സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ട് സെർഷ്യോററി ആണ്. ഓർത്തോളനെ, സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? സെർഷ്യോററി ആണ്. ഓർക്കുക. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? നമുക്ക് നോക്കാം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഉറപ്പായിട്ടും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചെയ്യുന്നത് കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാ? അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന നിയമസഭ കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ. സംസ്ഥാന നിയമസഭയിലേക്കും കൗൺസിലിലേക്കും തിരഞ്ഞെടുക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാജ്യസഭ, ലോകസഭ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ആരാണ്? അതും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. രാജ്യസഭ, ലോകസഭ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ആരാണ്? അതും ആര് തന്നെയാ? നമ്മുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാ? ഓപ്ഷൻ ബി. 1, 3, 4 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭ കൗൺസിൽ തിരഞ്ഞെടുപ്പ്,
രാജ്യസഭ ലോക്സഭ തിരഞ്ഞെടുപ്പ്. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ദേശീയ തലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ് നടത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. സംസ്ഥാന ദേശീയ തലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പഠിച്ചോളനെ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 324 ഭരണഘടനയില് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 324. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹിയാണ്. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദൻ എവിടെയാണ്? ന്യൂഡൽഹി സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് ജനുവരി 25. 2011 മുതലാണ് നമ്മൾ ഇത് ആചരിച്ചു തുടങ്ങുന്നത്. പഠിക്കുക സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് ജനുവരി 25. 2011 മുതലാണ് നമ്മൾ സമ്മതിദായക ദിനം ജനുവരി 25 ആയിട്ട് ആചരിക്കുവാൻ തുടങ്ങിയത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ, സംസ്ഥാന നിയമസഭകളിലേക്ക് നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേട്ടോ, അല്ലെങ്കിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സംസ്ഥാന ദേശീയ തലത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 324 പഠിക്കുക. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹി. എവിടെയാണ്? നിർവാചൻ സദൻ ന്യൂഡൽഹി. ഇന്ത്യയിൽ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് ജനുവരി 25. ഇത് 2011 മുതലാണ് നമ്മൾ ആചരിച്ചു തുടങ്ങിയത്. ഇനി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കേട്ടോ, പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭകളിലേക്ക് നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ. ഇത്രയുമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അണ്ടറിൽ വരുന്ന തിരഞ്ഞെടുപ്പുകൾ പഠിക്കും. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളിലും നടത്തുന്ന തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരില്ല. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിച്ചോളണേ. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളിലും നടത്തുന്ന തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരില്ല. അതിന് അതാത് സംസ്ഥാനങ്ങളിൽ തന്നെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ അവർ നിയമിച്ചിട്ടുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് ഈ ഇലക്ഷനുകൾ നടക്കുന്നത് കേട്ടോ. അപ്പോ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളുടെയോ മുനിസിപ്പാലിറ്റികളുടെ, ഇനി മുനിസിപ്പൽ കോർപ്പറേഷനിലോ ഒക്കെ നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം ആര് വഹിക്കില്ല? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല. പഠിക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ രൂപീകരണ സമയത്ത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇലക്ഷൻ കമ്മീഷന്റെ രൂപീകരണ സമയത്ത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരും 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾക്കൊള്ളുന്ന പുതിയൊരു ഇലക്ഷൻ കമ്മീഷനെ രൂപീകരിക്കുകയും ചെയ്തു. അതായത് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയില്ല സുഹൃത്തുക്കളെ. അപ്പോൾ വോട്ടിംഗ് ചെയ്യേണ്ട ജനങ്ങളുടെ എണ്ണം എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഇങ്ങനെ വർദ്ധിച്ചതോടുകൂടി അതൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ അണ്ടറിൽ മാത്രം ചെയ്യാൻ പറ്റില്ല എന്ന് ഗവൺമെന്റിന് മനസ്സിലായതോടുകൂടി ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ സഹായിക്കുന്നതിന് വേണ്ടി 2 ഇലക്ഷൻ കമ്മീഷണർമാരെയും കൂടി എന്ത് ചെയ്തു? നിയമിച്ചു. ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട്. അങ്ങനെ മെമ്പേഴ്സിന്റെ എണ്ണം എത്രയായിട്ട് മാറി? ഇപ്പോ 3 ആണ്. അപ്പോ ഇപ്പോൾ കറന്റ്ലി ഇലക്ഷൻ കമ്മീഷനകത്ത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, അതുപോലെ തന്നെ 2 ഇലക്ഷൻ കമ്മീഷണർമാരുമുണ്ട്. പഠിക്കുക. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷന്മാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അല്ലാതെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ആര് നീക്കം ചെയ്യുന്നില്ല? രാഷ്ട്രപതി നീക്കം ചെയ്യുന്നില്ല. അതിന് വേറെ പരിപാടിയുണ്ട് കേട്ടോ. അപ്പോ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. ഇനി ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഇലക്ഷൻ കമ്മീഷണർമാരെ മാത്രമേ
നീക്കം ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കുന്ന നടപടി ഇംപീച്ച്മെന്റ് ആണ്. അതായത് നമ്മൾ രാഷ്ട്രപതിയെ എങ്ങനെ പുറത്താക്കുന്നോ അതേ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും പുറത്താക്കാൻ പറ്റുള്ളൂ. അല്ലാതെ രാഷ്ട്രപതിക്ക് ഡയറക്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ പുറത്താക്കാൻ അനുമതിയില്ല. പഠിച്ചോളണേ. ഇലക്ഷൻ കമ്മീഷണർമാരെ, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത 2 ഇലക്ഷൻ കമ്മീഷണർമാരെ വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് പിരിച്ചുവിടെ നീക്കം ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കണമെങ്കിൽ രാഷ്ട്രപതിയെ എങ്ങനെ പുറത്താക്കുന്നു അതുപോലെ ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ശുപാർശ ആവശ്യമാണ്. ചുമ്മാ അങ്ങ് രാഷ്ട്രപതിക്ക് ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യാൻ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ശുപാർശ ആവശ്യമാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. പഠിച്ചോളനെ, പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ വേതനം 2.5 ലക്ഷം രൂപയാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ വേതനം എത്രയാണ്? 2.5 ലക്ഷം രൂപയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളെയും നടത്തുന്ന തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ പരിധിയിൽ വരുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ രൂപീകരണ സമയത്ത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് സഹായിക്കാനായിട്ട് 2 ഇലക്ഷൻ കമ്മീഷണർമാരെയും ഉൾക്കൊള്ളുന്ന പുതിയൊരു ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നതാരെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. ഇലക്ഷൻ കമ്മീഷണർമാരെ മാത്രം നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുള്ളൂ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കുന്നത് ഇംപീച്ച്മെന്റിലൂടെയാണ്. ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ശുപാർശ ആവശ്യമാണ്. ഡയറക്റ്റ് രാഷ്ട്രപതി നീക്കം ചെയ്യാൻ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയണം. ഇലക്ഷൻ കമ്മീഷണറുടെ വേതനം 2.5 ലക്ഷം രൂപയാണ്. പഠിക്കുക. ഇനി നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം സുഹൃത്തുക്കളെ. ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരം നൽകുകയും അവർക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ നൽകുകയും ചെയ്യും. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരം നൽകുകയും അവർക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇലക്ഷൻ കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് ക്രമീകരണവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതും ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. തിരഞ്ഞെടുപ്പ് ക്രമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉയർന്നു കഴിഞ്ഞാൽ ആ പരാതികൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് വേളയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. MP-മാരുടെ അയോഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാഷ്ട്രപതിക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. MP-മാരുടെ അയോഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാഷ്ട്രപതിക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഇലക്ഷൻ കമ്മീഷനാണ്. MLA അയോഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് ഗവർണറെ സഹായിക്കുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. MLA-മാരുടെ അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണറെ സഹായിക്കുന്നതും ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുകയും അവർക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളുക. ഓപ്ഷനകത്ത് പാർലമെന്റ് എന്ന് പറഞ്ഞ് കിടക്കും. തെറ്റാണ്. പാർലമെന്റ് നിങ്ങൾ ഒരിക്കലും ആൻസർ കൊടുക്കലേ സുഹൃത്തുക്കളെ. ഒത്തിരി പേർക്ക് തെറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരം നൽകുകയും അവർക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് ക്രമവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടം തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. MP-മാരുടെ അയോഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാഷ്ട്രപതിക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. MLA-മാരുടെ അയോഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് ഗവർണറെ സഹായിക്കുന്നതും ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. പഠിക്കുക. അക്രമം, കൃത്രിമം, ബൂത്ത് പിടിച്ചെടുക്കൽ എന്നീ ക്രമക്കേടുകൾ ഉണ്ടായാൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുവാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷനുണ്ട്. പഠിച്ചോളണേ. അക്രമം, കൃത്രിമം, ബൂത്ത് പിടിച്ചെടുക്കൽ എന്നീ ക്രമക്കേടുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ
തിരഞ്ഞെടുപ്പ് റദ്ദാക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. തിരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായ ഉദ്യോഗസ്ഥരെ ഗവർണറോടോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോടോ ആവശ്യപ്പെടുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. തിരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഗവർണറോടോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോടോ ചോദിക്കാൻ അല്ലെങ്കിൽ ആവശ്യപ്പെടാനുള്ള അധികാരം ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നിർവഹിക്കുന്നത് രാജ്യത്തിന്റെ വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഇലക്ഷൻ കമ്മീഷനാണ്. പഠിച്ചോളനെ, സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടിയന്തരാവസ്ഥാ ഘട്ടങ്ങളിൽ രാഷ്ട്രപതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. അടിയന്തരാവസ്ഥാ ഘട്ടങ്ങളില് രാഷ്ട്രപതിയുടെ നിയന്ത്രണത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനത്തില് തിരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രീയ ഗ്രൂപ്പുകളെ പട്ടികപ്പെടുത്തുക, അവർക്ക് ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടി നൽകുക, ഇതും ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളെ. രാഷ്ട്രീയ ഗ്രൂപ്പുകളെ പട്ടികപ്പെടുത്തുക, അവർക്ക് ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടികളുടെ പദവി നൽകുന്നതും ആരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അക്രമം, കൃത്രിമം, ബൂത്ത് പിടിച്ചെടുക്കൽ എന്നീ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുണ്ട്. തിരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായ ഉദ്യോഗസ്ഥരെ ഗവർണറോടോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോടോ ആവശ്യപ്പെടുവാനുള്ള അധികാരം ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നിർവഹിക്കുന്നതിന് രാജ്യത്തിന്റെ വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധിക്കുന്നത് ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടിയന്തരാവസ്ഥാ ഘട്ടങ്ങളിൽ രാഷ്ട്രപതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രീയ ഗ്രൂപ്പുകളെ പട്ടികപ്പെടുത്തുകയും അവർക്ക് ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടി പദവി നൽകുകയും ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഘടന. എന്തൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് നോക്കാം. കാരണം ഇപ്പോൾ നടന്ന ഒരു +2 എക്സാമിന് ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഘടന നമ്മൾ പഠിക്കണം. നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ആദ്യമായിട്ടുള്ളത് ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. അതായത് CEC നമ്മൾ പറയും, അഥവാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രിക്കുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഇലക്ഷൻ കമ്മീഷനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. അടുത്ത വ്യക്തിത്വം അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന് ശേഷം വരുന്ന വ്യക്തികളാണ് ഇലക്ഷൻ കമ്മീഷണർ. ആരൊക്കെയാണ്? ഇലക്ഷൻ കമ്മീഷണർ. ഇപ്പൊ നമുക്ക് എത്ര ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട്? 2 ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട്. ഇവരുടെ ജോലി എന്തെന്ന് ചോദിച്ചാല് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതാണ് ഇലക്ഷൻ കമ്മീഷണർമാരുടെ ജോലി. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന് ആവശ്യമായ സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷണർമാരുടെ ജോലി. അടുത്തതാണ് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർ. അടുത്തതാരാണ്? ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർ. വിവിധ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ നിയന്ത്രണം ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർക്കാണ്. വിവിധ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർക്കാണ്. അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണർ, അടുത്തതാരാണ്? അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണർ. ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണർക്കുള്ളത്. ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണർക്കുള്ളത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇലക്ഷൻ കമ്മീഷന്റെ ഘടന എങ്ങനെയെന്ന് ചോദിച്ചാല് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അഥവാ CEC ഉണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ പൂർണ്ണമായ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കയ്യിലാണ്. അതിന് തൊട്ടു താഴെയാണ് 2 പ്രധാനപ്പെട്ട പോസ്റ്റ് വരുന്നത്. 2 ഇലക്ഷൻ കമ്മീഷണർമാര്. അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നത് ഇവരാണ്. അതിനു തൊട്ട് താഴെയായാണ് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ വരുന്നത്. വിവിധ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ നിയന്ത്രണം ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറാണ് നടത്തുന്നത്. അതിനു തൊട്ട് താഴെയാണ് അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണർ വരുന്നത്. അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണർ എന്താ ചെയ്യുന്നത്? ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണർമാർക്കുള്ളത്. പഠിക്കുക. അടുത്തതാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇതാണ് PSC പ്രീവിയസ് ആയി ചോദിച്ചത്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓരോ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രാദേശിക ഓഫീസുകളുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ്.
ഒന്നുകൂടി പറയാം, ഓരോ സംസ്ഥാനങ്ങളിലെയും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രാദേശിക ഓഫീസുകളുടെയും, അതായത് ആ പ്രദേശത്ത് ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് കാണുമല്ലോ, ആ കമ്മീഷൻ ഓഫീസിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതിനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ്. ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ്. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ് താഴെ വരുന്നത്. പ്രാദേശിക തലത്തിലുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. പ്രാദേശിക തലത്തിലുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ്. അടുത്തതാണ് ബൂത്ത് ലെവൽ ഓഫീസർ. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ബൂത്ത് ലെവൽ ഓഫീസർ താഴെ തട്ടിൽ വോട്ടർ രജിസ്ട്രേഷനിലും പോളിംഗുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് സഹായം നൽകുകയാണ് ബൂത്ത് ലെവൽ ഓഫീസർ ചെയ്യുന്നത്. ബൂത്ത് ലെവൽ ഓഫീസർ എന്താ ചെയ്യുന്നത്? താഴെ തട്ടിലുള്ള വോട്ടർ രജിസ്ട്രേഷനിലും അതുപോലെ പോളിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾക്ക് സഹായം നൽകുക എന്നതാണ് ബൂത്ത് ലെവൽ ഓഫീസർ ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന 3 വ്യക്തിത്വങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്താണ് ചെയ്യുന്നത്? ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഓരോ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയോ പ്രാദേശിക ഓഫീസുകളുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്താ ചെയ്യുന്നത്? പ്രാദേശിക തലത്തിലുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ബൂത്ത് ലെവൽ ഓഫീസർ എന്താ സുഹൃത്തുക്കളെ ചെയ്യുന്നത്? താഴെ തട്ടിലുള്ള വോട്ടർ രജിസ്ട്രേഷനും അതുപോലെ തന്നെ പോളിംഗുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് സഹായം നൽകുക എന്നതാണ് ബൂത്ത് ലെവൽ ഓഫീസറിന്റെ ജോലി. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. 6ാമത്തെ ചോദ്യം, പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ദേശീയ പതാകയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ? നമ്മുടെ ദേശീയ പതാകയുടെ ശില്പിയായിരുന്നു ആര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാക. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക അല്ലെങ്കിൽ തിരങ്ക എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക അല്ലെങ്കിൽ തിരങ്ക എന്നറിയപ്പെടുന്നു. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. 1947 ജൂലൈ 22 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി നിലവിലുള്ള രൂപത്തിൽ ദേശീയ പതാകയെ അംഗീകരിച്ചു. 1947 ജൂലൈ 22 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി നിലവിലുള്ള രൂപത്തിൽ ദേശീയ പതാകയെ അംഗീകരിച്ചു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യയുടെ ഔദ്യോഗിക പതാകയായിട്ട് മാറുകയും ചെയ്തു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയുടെ ഔദ്യോഗിക പതാകയായിട്ട് നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക മാറുകയും ചെയ്തു. പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എങ്ങനെയാ? 3:2 എന്നുള്ള രീതിയിലാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് നമ്മുടെ ദേശീയ പതാകയുടെ നിറങ്ങളും അവയുടെ അർത്ഥങ്ങളുമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കാറുണ്ട്. ഇപ്പൊ കുറച്ച് നാളായി ചോദിച്ചു കണ്ടിട്ടില്ല. ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ്? കുങ്കുമ നിറമാണ്. കുങ്കുമ നിറത്തിന്റെ പ്രത്യേകത എന്താ? ഈ നിറം രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവും ത്യാഗവും സൂചിപ്പിക്കുന്നു. അപ്പൊ ഏറ്റവും മുകളിൽ ഏതാ നമ്മുടെ ദേശീയ പതാകയില്? കുങ്കുമ നിറമാണ്. ഈ നിറം രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവും ത്യാഗവും സൂചിപ്പിക്കുന്നു. മധ്യഭാഗത്ത് വെള്ള നിറമാണ്. വെള്ള നിറം സൂചിപ്പിക്കുന്നത് സമാധാനത്തെയും സത്യത്തെയും സൂചിപ്പിക്കുന്നു. നമ്മുടെ മധ്യഭാഗത്തുള്ള വെള്ള നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സമാധാനത്തെയും സത്യത്തെയും സൂചിപ്പിക്കുന്നു. ദേശീയ പതാകയുടെ താഴെയുള്ള നിറം പച്ചനിറമാണ്. പച്ചനിറം സൂചിപ്പിക്കുന്നത് ഫലപുഷ്ടത, വളർച്ച, മണ്ണിന്റെ മംഗളകരമായ സ്വഭാവം എന്നിവയെ സൂചിപ്പിക്കുന്നു. പച്ചനിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഫലപുഷ്ടത, വളർച്ച, മണ്ണിന്റെ മംഗളകരമായ സ്വഭാവം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് ആകെ നോക്കുവാനുള്ളത് അശോക ചക്രമാണ്, അല്ലെ? അശോക ചക്രത്തിന്റെ പ്രത്യേകത എന്താ? വെള്ള നിറത്തിലുള്ള മധ്യഭാഗത്ത് കടും നീല നിറത്തിൽ അശോക ചക്രം സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടുന്ന് PSC ചോദിച്ചത് അശോക ചക്രത്തിന്റെ നിറം എന്തെന്നാണ്. ഉത്തരം എന്താ സുഹൃത്തുക്കളെ? കടും നീല നിറമാണ്. ധർമ്മചക്രത്തെ അല്ലെങ്കിൽ നീതിയുടെ ചക്രമാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ചലനത്തിൽ ജീവിതവും സ്തംഭനാവസ്ഥയിൽ മരണവും എന്ന സന്ദേശമാണ് ഈ ചക്രം നൽകുന്നത്. അപ്പോൾ ധർമ്മചക്രത്തെ അല്ലെങ്കിൽ നീതിചക്രത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ആര്? അശോക ചക്രം. ഈ ചലനത്തിൽ ജീവിതവും സ്തംഭനാവസ്ഥയിൽ മരണവും എന്ന സന്ദേശമാണ് നമ്മുടെ അശോക ചക്രം നൽകുന്നത്. അശോക ചക്രത്തിൽ 24 അരക്കാലുകളുണ്ട്. പണ്ട് LGS ലെവൽ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അശോക ചക്രത്തിന്റെ അരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24. ഈ 24 അരക്കാലുകളും ഒരു ദിവസത്തിലെ 24 മണിക്കൂറുകളെയും
മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട 24 ധാർമ്മിക ഗുണങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ അശോക ചക്രത്തിലെ 24 അരക്കാലുകളുണ്ട്. ഈ 24 അരക്കാലുകൾ ഒരു ദിവസത്തിലെ 24 മണിക്കൂറുകളെയും മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട 24 ധർമ്മ ഗുണങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. മൗര്യ ചക്രവർത്തിയായ അശോകന്റെ സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. മൗര്യ ചക്രവർത്തിയായ അശോകന്റെ സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. അശോക ചക്രത്തിന്റെ വ്യാസം വെള്ളവരയുടെ ഏകദേശം വീതിക്ക് തുല്യമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ പതാക കോഡാണ്. ഇന്ത്യൻ പതാക കോഡ്. ഇന്ത്യൻ ദേശീയ പതാക എങ്ങനെ ഉപയോഗിക്കണം, പ്രദർശിപ്പിക്കണം, കൈകാര്യം ചെയ്യണം എന്ന് വ്യക്തമാക്കുന്ന നിയമങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും ഒരു കൂട്ടമാണ് ഇന്ത്യൻ പതാക കോഡ്. അപ്പോൾ എന്താ ഇന്ത്യൻ പതാക കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ദേശീയ പതാക എങ്ങനെ ഉപയോഗിക്കണം, പ്രദർശിപ്പിക്കണം, കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായ നിയമങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും ഒരു കൂട്ടമാണ് ഇന്ത്യൻ പതാക കോഡ്. 2002 ജനുവരി 26-നാണ് ഈ പതാക കോഡ് പരിഷ്കരിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. 2002 ജനുവരി 26-നാണ് നമ്മുടെ ഇന്ത്യൻ പതാക കോഡ് പരിഷ്കരിച്ചത്. ദേശീയ പതാക നിലത്ത് വീഴാൻ അനുവദിക്കരുത്, വസ്ത്രമോ അലങ്കാരത്തിനോ ഉപയോഗിക്കരുത് തുടങ്ങിയ നിയമങ്ങൾ ഇന്ത്യൻ ഫ്ലാഗ് കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദേശീയ പതാക നിലത്ത് വീഴാൻ അനുവദിക്കരുത്, വസ്ത്രമായോ അലങ്കാരത്തിനോ ഉപയോഗിക്കരുത് തുടങ്ങിയ നിയമങ്ങൾ ഇന്ത്യൻ ഫ്ലാഗ് കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൈകൊണ്ട് നൂറ്റതും നെയ്തതുമായ ഖാദി തുണിയിൽ മാത്രമായിരിക്കണം ഈ ദേശീയ പതാക നിർമ്മിക്കേണ്ടത്. കൈകൊണ്ട് നൂറ്റിയതോ നെയ്ത്തതുമായ ഖാദി തുണിയിൽ മാത്രമായിരിക്കണം ദേശീയ പതാക നിർമ്മിക്കേണ്ടത്. ഇത്രയുമാണ് ഇന്ത്യൻ പതാക കോഡിൽ പറഞ്ഞിരിക്കുന്നത്. 27ാമത്തെ ചോദ്യം, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി സ്നേഹസാന്ത്വനമാണ് കേട്ടോ. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹസാന്ത്വനം എന്നാണ്. നമുക്ക് കുറച്ച് കേരള പദ്ധതികൾ നോക്കാം. കുട്ടികൾക്കായുള്ള പ്രത്യേക പദ്ധതിയിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആരോഗ്യ കിരണം. എന്താണ് ആരോഗ്യ കിരണം? സംസ്ഥാനത്തെ 18 വയസ്സിന് താഴെയുള്ള അർബുദം, ഹൃദ്രോഗം, വൃക്കാരോഗ ബാധിതരായ രോഗികൾക്ക്, അതായത് കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ആരോഗ്യ കിരണം. പഠിച്ചോളണേ. സംസ്ഥാനത്തെ 18 വയസ്സിന്, എത്ര വയസ്സിനാ? 18 വയസ്സിന് താഴെയുള്ള അർബുദം, ഹൃദ്രോഗം, വൃക്കാരോഗം ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ആരോഗ്യ കിരണം. താലോലം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദ്രോഗം, നാഡീരോഗം, സെറിബൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യം എന്നിവയും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായുള്ള ധനസഹായ പദ്ധതിയാണ് താലോലം. ഒന്നുകൂടി പറയുവാണേ, 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദ്രോഗം, നാഡീരോഗങ്ങൾ, സെറിബൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യം എന്നിവയും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായി നൽകുന്ന ധനസഹായ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് താലോലം. ശ്രുതി തരംഗം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാന്റിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശ്രുതി തരംഗം. ഒന്നുകൂടി പറയാം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാന്റ് ചെയ്യുന്നതിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശ്രുതി തരംഗം. ഒന്നുകൂടി പറയാം. സംസ്ഥാനത്തെ 18 വയസ്സിൽ താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായ രോഗികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. താലോലം പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഹൃദ്രോഗം, നാഡീരോഗങ്ങൾ, സെറിബൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യം എന്നിവയും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായുള്ള ധനസഹായ പദ്ധതിയാണ് താലോലം പദ്ധതി. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാന്റിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാകുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രുതി തരംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഠിക്കുക. അടുത്തത് നമുക്ക് പഠിക്കേണ്ടതാണ് സ്നേഹപൂർവം പദ്ധതി. മാതാപിതാക്കൾക്ക് ഇരുവർക്കും അഥവാ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധു ഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. എന്താ സ്നേഹപൂർവം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാതാപിതാക്കൾക്ക് ഇരുവർക്കും അഥവാ ഒരാള് മരിച്ചു പോവുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക്
ആ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ആ അവസ്ഥയിൽ കുട്ടികളുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സ്നേഹപൂർവം പദ്ധതി. സംസ്ഥാനത്തെ HIV ബാധിതരായ കുട്ടികളെ കൂടി സ്നേഹപൂർവം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് PSC യുടെ ചോദ്യം. സംസ്ഥാനത്തെ HIV ബാധിതരായ കുട്ടികളെ കൂടി സ്നേഹപൂർവം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൃദ്യം പദ്ധതി 18 വയസ്സിൽ താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഹൃദ്യം പദ്ധതി. ഹൃദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം, കേട്ടോ, അങ്ങനെ പഠിച്ചോളേ. ഹൃദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൃദയം. ഓർത്തു വെച്ചിരിക്കുക. 18 വയസ്സിൽ താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മിഠായി. കുട്ടികളിലെ പ്രമേഹ രോഗത്തെ തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. പഠിക്കുക. എന്താണ് മിഠായി എന്ന് ചോദിച്ചാല് കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. കാതോരം കുട്ടികളുടെ ശ്രവണ വൈകല്യം പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യനീതി വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്രമായ പദ്ധതിയാണ് കാതോരം പദ്ധതി. എന്താ കാതോരം പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുട്ടികളുടെ ശ്രവണ വൈകല്യം പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി അറിയപ്പെടുന്ന പേരാണ് കാതോരം പദ്ധതി. ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ബാലമുകുളം പദ്ധതി. എന്താ ബാലമുകുളം പദ്ധതി എന്ന് ചോദിച്ചാല് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം പദ്ധതി. ഒന്നുകൂടി പറയാം. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. കുട്ടികളുടെ ശ്രവണ വൈകല്യം പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്രമായ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് കാതോരം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മിഴി പദ്ധതിയെ പറ്റി. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ കണ്ണട വിതരണം ചെയ്യുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മിഴി പദ്ധതി. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ കണ്ണാടി വിതരണം ചെയ്യുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മിഴി പദ്ധതി. സ്പെക്ട്രം പദ്ധതി ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി എന്നറിയപ്പെടുന്നത്. എന്താ സ്പെക്ട്രം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തുകയും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനും കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സ്പെക്ട്രം പദ്ധതി. ചിരി പദ്ധതി കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി പദ്ധതി. പഠിച്ചോളെ. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി പദ്ധതി. ഒപ്പം പദ്ധതി കുട്ടികൾക്ക് വേണ്ടിയുള്ള കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം. പഠിച്ചോളണേ. കുട്ടികൾക്ക് വേണ്ടിയുള്ള കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഒപ്പം പദ്ധതി. എന്താണ് ഒപ്പം പദ്ധതി? ജീവനി കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് ജീവനി പദ്ധതി. തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് ജീവനി പദ്ധതി. എന്താ പദ്ധതിയുടെ പേര്? ജീവനി പദ്ധതി. മോഡൽ ഷെൽട്ടർ ഹോം 12 വയസ്സിൽ താഴെയുള്ള ബാലലൈംഗിക പീഡനം അതിജീവിച്ച കുട്ടികളുടെ പ്രത്യേക പരിചരണവും പിന്തുണയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാപനം അറിയപ്പെടുന്ന പേരാണ് മോഡൽ ഷെൽട്ടർ ഹോം. പഠിച്ചോളെ. എന്താണ് മോഡൽ ഷെൽട്ടർ ഹോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 വയസ്സിൽ താഴെയുള്ള ബാല ലൈംഗിക പീഡനം അനുഭവിച്ച കുട്ടികളുടെ പ്രത്യേക പരിചരണവും അതുപോലെ പിന്തുണയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാപനമാണ് മോഡൽ ഷെൽട്ടർ ഹോം എന്നറിയപ്പെടുന്നത്. പഠിക്കുക. ന്യൂ ബോൺ സ്ക്രീനിംഗ് പദ്ധതി നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പദ്ധതി. പഠിച്ചോളനെ. നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പദ്ധതി.
ലീപ്പ് പദ്ധതി ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ലീപ്പ് പദ്ധതി. സ്നേഹധാര വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സ്നേഹധാര പദ്ധതി. പഠിച്ചോളണേ, വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സ്നേഹധാര പദ്ധതി. എന്താ അവന്റെ പേര്? സ്നേഹധാര പദ്ധതി. പോഷക ബാല്യം 3 മുതൽ 6 വയസ്സിനിടയിലുള്ള കുട്ടികളുടെ പോഷകാഹാരം മെച്ചപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പോഷക ബാല്യം പദ്ധതി. 3 വയസ്സ് മുതൽ 6 വയസ്സിനിടയിലുള്ള കുട്ടികളുടെ പോഷകാഹാരം മെച്ചപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പോഷക ബാല്യം. ഒന്നുകൂടി പറയുവാണേ, നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്തുന്നതിന് തുടങ്ങിയ പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് പദ്ധതി. വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സ്നേഹധാര പദ്ധതി. ധാര എന്ന് പറയുന്നത് സാധാരണ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ, അത് വെച്ച് പഠിക്കുക. പോഷക ബാല്യം 3 മുതൽ 6 വയസ്സിനിടയിലുള്ള കുട്ടികളുടെ പോഷകാഹാരം മെച്ചപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പോഷക ബാല്യം പദ്ധതി. പഠിക്കുക. തേനമൃത് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തേൻ അമൃത് പദ്ധതി. ലോക്ക്ഡൌൺ സാഹചര്യത്തില് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തേൻ അമൃത് പദ്ധതി. സനാഥ ബാല്യം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണമായും സന്തോഷപൂർവവുമായ ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. പഠിച്ചോളെ, ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണമായതും സന്തോഷപൂർവവുമായ ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. എന്താണ് സനാഥ ബാല്യം? ക്യാൻസർ സുരക്ഷാ പദ്ധതി 18 വയസ്സിൽ താഴെയുള്ള ക്യാൻസർ ബാധിച്ച നിർധന കുട്ടികൾക്കായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. 18 വയസ്സിൽ താഴെയുള്ള ക്യാൻസർ ബാധിച്ച നിർധന കുട്ടികൾക്കായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. ശലഭം പദ്ധതി സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും സമഗ്രമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ശലഭം പദ്ധതി. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും സമഗ്രമായ പരിശോധനകൾ നടത്തുന്നത് അല്ലെങ്കിൽ അതിന് വിധേയമാക്കുന്നതിനുള്ള പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശലഭം പദ്ധതി. ഒന്നുകൂടി പറയുവാണേ, ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ 3 വയസ്സിനും 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തേൻ അമൃത് പദ്ധതി. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണമായതും സന്തോഷപൂർവവുമായ ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സനാഥ ബാല്യം. 18 വയസ്സിൽ താഴെയുള്ള ക്യാൻസർ ബാധിച്ച നിർധന കുട്ടികൾക്കായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ക്യാൻസർ സുരക്ഷാ പദ്ധതി. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും സമഗ്രമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നതിനുള്ള പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശലഭം പദ്ധതി. പഠിക്കും. സ്ത്രീകൾക്കുള്ള പ്രത്യേക പദ്ധതിയിൽ ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളതാണ് മാതൃയാനം പദ്ധതി. എന്താ സുഹൃത്തുക്കളെ? മാതൃയാനം പദ്ധതി. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. വനിതാ ശിശു വകുപ്പും സാമൂഹ്യ മിഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പഠിക്കുക. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. വനിതാ ശിശു വികസന വകുപ്പും സാമൂഹ്യ മിഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സീതാലയം പദ്ധതി ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാസ്ത്രീകരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സീതാലയം പദ്ധതി. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ, എന്താണ് സീതാലയം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാസ്ത്രീകരണ പദ്ധതിയാണ് സീതാലയം പദ്ധതി. രാരീരം പദ്ധതി ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെ പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി
ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാരീരം പദ്ധതി. പഠിച്ചോളണേ. ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശുവിന്റെ പരിചരണം എന്നിവയെ പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ അല്ലെങ്കിൽ ആരംഭിച്ച പദ്ധതിയാണ് രാരീരം പദ്ധതി. ഒന്നുകൂടി പറയാം. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി മാതൃയാനം പദ്ധതി. വനിതാ ശിശുവികസന വകുപ്പും സാമൂഹ്യ മിഷനും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാസ്ത്രീകരണ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് സീതാലയം. ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെ പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് രാരീരം പദ്ധതി. വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോം. ലൈംഗികാതിക്രമം നേരിട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷിത അഭയസ്ഥാനം എന്നറിയപ്പെടുന്നത് വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോം. ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ലൈംഗികാതിക്രമം നേരിട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷിത അഭയസ്ഥാനം എന്നറിയപ്പെടുന്നത് വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോം ആണ്. ആശ്വാസനിധി. ആസിഡ് ആക്രമണങ്ങൾ, ക്രൂരമായ അതിക്രമങ്ങളോ നേരിടുന്ന വനിതകൾക്ക് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന ധനസഹായ പദ്ധതിയാണ് ആശ്വാസനിധി. പഠിച്ചോളണേ. ആസിഡ് ആക്രമണങ്ങൾ, ക്രൂരമായ അതിക്രമങ്ങളോ നേരിടുന്ന വനിതകൾക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ധനസഹായ പദ്ധതിയാണ് ആശ്വാസനിധി പദ്ധതി. ശരണ്യ പദ്ധതി. വിധവകൾ അല്ലെങ്കിൽ വിവാഹമോചിതരായ വനിതകൾക്ക് സാമൂഹ്യനീതി വകുപ്പിന്റെ സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. വിധവകൾ അല്ലെങ്കിൽ വിവാഹമോചിതരായ വനിതകൾക്ക് സാമൂഹ്യനീതി വകുപ്പിന്റെ സ്വയം തൊഴിൽ പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് ശരണ്യ പദ്ധതി. ഒന്നുകൂടി പറയുവാണേ. ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷിത അഭയസ്ഥാനമായി ഉപയോഗിക്കുന്നത് വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോം ആണ്. ആസിഡ് ആക്രമണങ്ങൾ, ക്രൂരമായ അതിക്രമങ്ങളോ നേരിടുന്ന വനിതകൾക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടത്തുന്ന ധനസഹായ പദ്ധതിയാണ് ആശ്വാസനിധി. വിധവകൾ അല്ലെങ്കിൽ വിവാഹമോചിതരായ സ്ത്രീകൾക്ക് സാമൂഹ്യനീതി വകുപ്പ് സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശരണ്യ പദ്ധതി. പഠിക്കുക. ഇന്റഗ്രേറ്റഡ് കെയർ സെന്റർ. ഗർഭിണികൾക്കോ ഗർഭധാരണത്തിലൂടെ കടന്നു പോകുന്നതായ സ്ത്രീകൾക്കുള്ള കൂടുതൽ സുരക്ഷയും പരിചരണവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് കെയർ സെന്ററുകൾ നൽകുന്നത്. ഒന്നുകൂടി പറയാം. എന്താണ് ഇന്റഗ്രേറ്റഡ് കെയർ സെന്ററുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗർഭിണികൾക്കോ ഗർഭധാരണത്തിലൂടെ കടന്നു പോകുന്നതോ ആയ സ്ത്രീകൾക്കുള്ള കൂടുതൽ സുരക്ഷയും സംരക്ഷണവും അല്ലെങ്കിൽ പരിചരണവും ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനമാണ് ഇന്റഗ്രേറ്റഡ് കെയർ സെന്ററുകൾ. നിർഭയ പദ്ധതി. PSCയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചുള്ള ചോദ്യം. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ പദ്ധതി. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ പദ്ധതി. അഭയകിരണം. നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിതവും അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിതാന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. ജനനി ജാതക് പദ്ധതി. അട്ടപ്പാടിയിലെ മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ജനകി ജാതക് പദ്ധതി. പഠിക്കുക. അട്ടപ്പാടിയിലെ മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ജനനി ജാതക് പദ്ധതി. ഒന്നുകൂടി പറയാം. ഗർഭിണികൾക്കോ ഗർഭധാരണത്തിലൂടെ കടന്നു പോകുന്നതോ ആയ സ്ത്രീകൾക്കുള്ള കൂടുതൽ സുരക്ഷാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഇന്റഗ്രേറ്റഡ് കെയർ സെന്ററുകൾ. എന്താണ് അതിന്റെ പേര്? ഇന്റഗ്രേറ്റഡ് കെയർ സെന്ററുകൾ. സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ പദ്ധതി. നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിതാന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. അട്ടപ്പാടിയിലെ മാതൃശിശു ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ജനനി ജാതക് പദ്ധതി. പഠിക്കുക. അടുത്ത പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നേടുന്ന ഗർഭിണികളുടെയും കുഞ്ഞിന്റെയും ചികിത്സ, ഭക്ഷണം, വാഹന ചിലവ് എന്നിവ നൽകുന്ന പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി.
സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും ചികിത്സ, ഭക്ഷണം, വാഹന ചിലവ് എന്നിവ നൽകുന്ന പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. എന്താണ് അമ്മയും കുഞ്ഞും പദ്ധതി? വിവാഹ പദ്ധതി സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിളർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് വിവാഹ പദ്ധതി. പഠിക്കുക, സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിളർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് വിവാഹ പദ്ധതി. സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. ഇപ്പോൾ അങ്ങോട്ട് ചോദിച്ചേ, അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. ഒന്നുകൂടി പറയാം, സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും ചികിത്സ, ഭക്ഷണം, വാഹന ചിലവ് എന്നിവ നൽകുന്ന കേരള സർക്കാർ പദ്ധതി അമ്മയും കുഞ്ഞും പദ്ധതി. സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിളർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച കേരള സർക്കാർ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് വിവാഹ പദ്ധതി. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്ന് ചോദിച്ചാൽ അത് സ്നേഹസ്പർശം പദ്ധതിയാണ്. എന്താണ് സ്നേഹസ്പർശം പദ്ധതിയാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കാൻ പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. സ്നേഹയാനം പദ്ധതി ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്ന മാതാവിന് ഉപജീവനത്തിന്റെ ഭാഗമായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹയാനം പദ്ധതി. പഠിക്കുക, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന മാതാവിന് ഉപജീവനത്തിന്റെ ഭാഗമായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സ്നേഹയാനം പദ്ധതി. എന്താണ് സ്നേഹയാനം പദ്ധതി? പഠിക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് പ്രത്യേക രോഗങ്ങൾക്കായി നടപ്പിലാക്കിയ പദ്ധതികള്. കേരള ഗവൺമെന്റ് പ്രത്യേക രോഗങ്ങൾക്കായിട്ട് നടപ്പിലാക്കിയ പദ്ധതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒത്തിരി ഈ ഭാഗത്ത് വരുന്നുണ്ട്. പഠിക്കുക. ആദ്യമായി തന്നെ ആർദ്രം പദ്ധതി. എന്താണ് ആർദ്രം പദ്ധതി? PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികളായി തുടങ്ങുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. പഠിക്കുക. സർക്കാർ ആശുപത്രികളിലെ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനസൗഹൃദ ആശുപത്രികളായിട്ട് സർക്കാർ ആശുപത്രികളെ മാറ്റുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ആർദ്രം പദ്ധതി. കാരുണ്യ പദ്ധതി ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് കാരുണ്യ പദ്ധതി. പഠിച്ചോളണേ. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. സ്നേഹസാന്ത്വനം പദ്ധതി എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സ്നേഹസാന്ത്വനം പദ്ധതി. എന്താണ് സ്നേഹസാന്ത്വനം പദ്ധതി? പഠിക്കുക. ഒന്നുകൂടി പറയാം. ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികളായി തുടങ്ങുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. കാരുണ്യ പദ്ധതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതി. കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്തുന്നത്. സ്നേഹസാന്ത്വന പദ്ധതി എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വന പദ്ധതി. പഠിക്കുക. സ്വാസ്ഥ്യം പദ്ധതി അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടി അറിയപ്പെടുന്ന പേരാണ് സ്വാസ്ഥ്യം പദ്ധതി. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? സ്വാസ്ഥ്യം പദ്ധതി അർബുദം നേരത്തെ കണ്ടെത്തുകയും അത് തടയുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള ബോധവൽക്കരണ പരിപാടി അറിയപ്പെടുന്ന പേരാണ് സ്വാസ്ഥ്യം പദ്ധതി. സുഹൃതം പദ്ധതി മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സുഹൃതം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് സുഹൃതം പദ്ധതി. മൃതസഞ്ജീവനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി
മൃതസഞ്ജീവനി പദ്ധതി? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. ഒന്നുകൂടി പറയുവാണ്, അർബുദം നേരത്തെ കണ്ടെത്തുകയും അത് തടയുകയും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം പദ്ധതി. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് സുഹൃതം പദ്ധതി. മസ്തിഷ്ക മരണം സംഭവിക്കുന്നവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. സമാശ്വാസം പദ്ധതി. വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം 1100 രൂപയാണ് പ്രതിമാസം. പഠിക്കുക, സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കപ്പെടുന്ന ധനസഹായം എത്രയാണ്? 1100 രൂപയാണ്. ആശ്വാസകിരണം പദ്ധതി. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസകിരണം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന സ്പെഷ്യൽ ആശ്വാസകിരണം പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. അതുകൂടി പഠിക്കുക. ആശ്വാസകിരണം പദ്ധതിയുടെ അനുവദിക്കുന്ന ധനസഹായം 600 രൂപയാണ്. ആശ്വാസകിരണം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന തുക എത്ര സുഹൃത്തുക്കളെ? 600 രൂപയാണ് പ്രതിമാസം. ഒന്നുകൂടി പറയുവാണ്, വൃക്ക തകരാർ മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL വിഭാഗത്തിൽ പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ സമാശ്വാസം പദ്ധതി. സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം എത്രയെന്ന് ചോദിച്ചാൽ 1100 രൂപ പ്രതിമാസം. ആശ്വാസകിരണം പദ്ധതി. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസകിരണം പദ്ധതി. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസകിരണം പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന സ്പെഷ്യൽ ആശ്വാസകിരണ പദ്ധതിയും കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. ആശ്വാസകിരണ പദ്ധതിയുടെ അനുവദിക്കുന്ന ധനസഹായം എത്രയെന്ന് ചോദിച്ചാൽ അത് 600 രൂപയാണ് പ്രതിമാസം. പഠിക്കുക. അടുത്തതാണ് കാരുണ്യ ബെലവനന്റ് ഫണ്ട്. എന്താണ് കാരുണ്യ ബെലവനന്റ് ഫണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരുണ്യ ബെലവനന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി മാസം 26-ാം തീയതി AK ആന്റണിയാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. കാരുണ്യ ബെലവനന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി 26-ന് AK ആന്റണിയാണ്. പദ്ധതിയിലൂടെ വൃക്കരോഗം, ഹൃദ്രോഗം, കരൾ സംബന്ധമായ രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപയാണ്. പഠിക്കുക. പദ്ധതിയിലൂടെ വൃക്കരോഗികള്, അതുപോലെ ഹൃദ്രോഗികള്, കരൾ സംബന്ധമായ രോഗമുള്ളവർ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപയാണ്. എല്ലാ BPL കുടുംബങ്ങൾക്കും പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബങ്ങൾക്കുമാണ് ഈ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുന്നത്. ഇത്രയും PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് കാരുണ്യ ബെലവനന്റ് ഫണ്ട് എന്ന് ചോദിച്ചാൽ, കാരുണ്യ ബെലവനന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി 26-ന് AK ആന്റണിയാണ്. പദ്ധതിയിലൂടെ വൃക്കരോഗം, ഹൃദ്രോഗം, കരൾ സംബന്ധമായ രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപ. എല്ലാ BPL കുടുംബങ്ങൾക്കും പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബങ്ങൾക്കുമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകുന്നത്. പഠിക്കുക. ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ആയുർദളം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് ആയുർദളം പദ്ധതി. വിമുക്തി. കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി പദ്ധതി. പ്രീവിയസ് ചോദ്യമായി ചോദിച്ചതാണ്. കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം എന്നുള്ള പദ്ധതിയാണ് വിമുക്തി പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിക്കുക. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി. കലാലയങ്ങൾ ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി. കലാലയങ്ങള് ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി. ആരോഗ്യ ജാഗ്രതാ പദ്ധതി. പകർച്ചവ്യാധികൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രതാ പദ്ധതി. 2018 ജനുവരി 1 മുതൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ അത് ആരോഗ്യ ജാഗ്രതാ പദ്ധതിയാണ്.
മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചിത്വം, കുടിവെള്ള ശുചിത്വം, സംയോജിത കൊതുക് നിയന്ത്രണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടത്തി വരുന്നു. ഒന്നുകൂടി പറയുവാണേ, ആരോഗ്യ ജാഗ്രതാ പദ്ധതി. പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രതാ പദ്ധതി. 2018 ജനുവരി 1 മുതൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രതാ പദ്ധതി. മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചിത്വം, കുടിവെള്ള ശുചിത്വം, സംയോജിത കൊതുക് നിയന്ത്രണം തുടങ്ങിയവ പ്രവർത്തനങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്നു വരുന്നു. പഠിക്കുക. കോക്ലിയ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതിയാണെന്ത്? ധ്വനി പദ്ധതി. പഠിക്കുക. അശ്വമേധം പദ്ധതി. കേരള ആരോഗ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗബാധിതർക്കായുള്ള ഗൃഹസന്ദർശനം, രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗബാധിതർക്കുള്ള ഗൃഹസന്ദർശനവും രോഗനിയന്ത്രണ പദ്ധതിയും അറിയപ്പെടുന്ന പേരാണ് അശ്വമേധം പദ്ധതി. പാദസ്പർശം പദ്ധതി. പ്രമേഹ തുടർ ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് പാദസ്പർശ പദ്ധതി. പ്രമേഹ തുടർ ചികിത്സാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് പാദസ്പർശ പദ്ധതി. എൽസ പദ്ധതി. കുഷ്ഠരോഗ നിവാരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് എൽസ പദ്ധതി. എന്താ എൽസ പദ്ധതി എന്ന് ചോദിച്ചാല് കുഷ്ഠരോഗ നിവാരണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് എൽസ പദ്ധതി. ശിരസ്. സ്ട്രോക്ക് മുൻകൂട്ടി തിരിച്ചറിയുകയും അത്തരം വ്യക്തികളെ പുനരധിവസിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശിരസ് പദ്ധതി. എന്താണ് സുഹൃത്തുക്കളെ പറഞ്ഞത്? സ്ട്രോക്ക് മുൻകൂട്ടി തിരിച്ചറിയുകയും അത്തരം വ്യക്തികളെ പുനരധിവസിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ശിരസ് പദ്ധതി. ഒന്നുകൂടി പറയാം. കേരള സാമൂഹ്യ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗബാധിതർക്കായുള്ള ഗൃഹസന്ദർശനവും രോഗനിർണയ പദ്ധതി എന്ന് ചോദിച്ചാൽ അശ്വമേധം പദ്ധതി. പ്രമേഹ തുടർ ചികിത്സാ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് പാദസ്പർശ പദ്ധതി. കുഷ്ഠരോഗ നിവാരണ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് എൽസ പദ്ധതി. സ്ട്രോക്ക് മുൻകൂട്ടി തിരിച്ചറിയുകയും അത്തരം വ്യക്തികളെ പുനരധിവസിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് ശിരസ് പദ്ധതി. എന്താണ് ശിരസ് പദ്ധതി? തൂവാല വിപ്ലവം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതി എന്ന് ചോദിച്ചാൽ തൂവാല വിപ്ലവം. നമ്മുടെ കൊറോണയുടെ സമയത്ത് ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു കേട്ടോ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൂവാല വിപ്ലവം പദ്ധതി. നയനാമൃതം പദ്ധതി. PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് നയനാമൃതം പദ്ധതി എന്ന് നോക്കാം സുഹൃത്തുക്കളെ. പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിന്റെയും ഓർണേറ്റ് ഇന്ത്യ UK സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി. ഒന്നുകൂടി പറയാം. പ്രമേഹജന്യമായി നേത്രപടല രോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിന്റെയും ഓർണേറ്റ് ഇന്ത്യ UK സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി. അമൃതം ആരോഗ്യം പദ്ധതി. അമൃതം ആരോഗ്യം പദ്ധതിയും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് അമൃതം ആരോഗ്യം പദ്ധതി. ഒന്നുകൂടി പറയുവാണേ. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് അമൃതം ആരോഗ്യം പദ്ധതി. പഠിക്കുക. ഇനി നമുക്ക് കുറച്ച് മറ്റു പദ്ധതികൾ കൂടി ഒന്ന് നോക്കാം. സ്നേഹക്കൂട്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കായുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ സുഖപ്രാപിച്ചവർക്കായുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് പദ്ധതി. വഴികാട്ടി. യാത്രക്കിടയിലെ അപകടത്തിൽപ്പെട്ടു വരുന്നവർക്കും മറ്റു ദേഹാസ്വാസ്ഥ്യമുള്ളവർക്കുമായി പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി. യാത്രക്കിടെ അപകടത്തിൽപ്പെട്ടു വരുന്നവർക്കും മറ്റു ദേഹാസ്വാസ്ഥ്യമുള്ളവർക്കുമായിട്ടുള്ള പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി. സാന്ത്വനം പദ്ധതി. PQ സാന്ത്വനം പദ്ധതി. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. പഠിക്കുക. പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സാന്ത്വനം പദ്ധതി എന്ന് ചോദിച്ചാല് കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. പഠിക്കുക. സ്മൈൽ പദ്ധതി. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് സ്മൈൽ പദ്ധതി.
റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് സ്മൈൽ പദ്ധതി. പഠിക്കുക, റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് സ്മൈൽ പദ്ധതി. ഉഷസ് കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യം സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് പദ്ധതി. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് പദ്ധതി. മെഡിസെപ്പ് പദ്ധതി, വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു, പഠിക്കുക. മെഡിസെപ്പ് പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മെഡിസെപ്പ് പദ്ധതി. അപ്പൊ മെഡിസെപ്പ് പദ്ധതി എന്താണ്? സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മെഡിസെപ്പ് പദ്ധതി. ആയുഷ് ഗ്രാമം പദ്ധതി ദേശീയ ആയുർവേദ ദിനാചരണത്തിനോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആയുഷ് ഗ്രാമം പദ്ധതി. ദേശീയ ആയുർവേദ ദിനാചരണത്തിനോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആയുഷ് ഗ്രാമം പദ്ധതി. പദ്ധതിയുടെ പേരെന്താ സുഹൃത്തുക്കളെ? ആയുഷ് ഗ്രാമം പദ്ധതി. ഏതാണ്? ആയുഷ് ഗ്രാമം. 28ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറിയാണ്. ശരിയാണ്. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ ആരാണ്? സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. അതും ശരി തന്നെയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. തന്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ്. തെറ്റാണ് കേട്ടോ. തന്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയല്ല കേട്ടോ. അതെന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പറയാം. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്. ശരിയാണ്. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്. സോ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അതായത് 3 ഇവിടെ തെറ്റ്. ഇന്ത്യൻ ഭരണഘടനയിലെ കാര്യനിർവഹണ ചട്ടങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിലെ കാര്യനിർവഹണ ചട്ടങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിലെ കാര്യനിർവഹണ ചട്ടങ്ങൾ പ്രധാനമായും 2 തരം. ഒന്ന് യൂണിയൻ കാര്യനിർവഹണം, മറ്റൊന്ന് സംസ്ഥാന കാര്യ നിർവഹണം. ഓക്കെയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ കാര്യനിർവഹണ ചട്ടങ്ങളെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് യൂണിയൻ കാര്യ നിർവഹണം, മറ്റൊന്ന് സംസ്ഥാന കാര്യ നിർവഹണം. യൂണിയൻ എന്ന് പറഞ്ഞാൽ സെൻട്രല്, സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് യൂണിയൻ കാര്യനിർവഹണം നോക്കാം. യൂണിയൻ കാര്യനിർവഹണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 5. യൂണിയൻ കാര്യനിർവഹണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം എത്രയാ? ഭാഗം 5 ആണ്. യൂണിയൻ കാര്യനിർവഹണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം 52 മുതൽ 78 വരെയാണ്. യൂണിയൻ കാര്യങ്ങൾ നിർവഹണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം 52 മുതൽ 78 വരെയാണ്. യൂണിയൻ കാര്യനിർവഹണത്തിന്റെ ഭാഗമായി ഉൾപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, അറ്റോർണി ജനറൽ എന്നിവയാണ്. യൂണിയൻ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായി ഉൾപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, അറ്റോർണി ജനറൽ എന്നിവയാണ്. ആദ്യം നമുക്ക് നോക്കുവാനുള്ളത് രാഷ്ട്രപതിയെ പറ്റിയാണ്. രാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 52 മുതൽ 62 വരെ അദ്ദേഹത്തിന്റെ കാര്യനിർവഹണ അധികാരത്തെ പറ്റിയാണ് കേട്ടോ പറയുന്ന. അനുച്ഛേദം എത്രയാണ്? അനുച്ഛേദം 52 മുതൽ 62 വരെയാണ്. ഇന്ത്യൻ യൂണിയന്റെ കാര്യനിർവഹണാധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 53 ആണ്. ഇന്ത്യൻ യൂണിയന്റെ കാര്യനിർവഹണാധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുന്ന അനുച്ഛേദം ഏതാ? അനുച്ഛേദം 53 ആണ്. എന്നാൽ ഇത് പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശമനുസരിച്ചായിരിക്കണം വിനിയോഗിക്കേണ്ടത്. അതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രാഷ്ട്രപതിക്ക് നാമമായ അധികാരം മാത്രമേ ഉള്ളൂ എന്ന്. കാരണം എന്താ? പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശത്തിനനുസരിച്ചാണ് രാഷ്ട്രപതി എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യനിർവഹണാധികാരം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വിനിയോഗിക്കുന്നത്. പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇലക്ടർ കോളേജ് മുഖേന ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇലക്ടറൽ കോളേജ് മുഖേന ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്?
രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. രാഷ്ട്രപതിയുടെ യോഗ്യത എന്തായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോക്സഭാ അംഗമാകാൻ യോഗ്യതയുണ്ടായിരിക്കുന്ന വ്യക്തിയുമായിരിക്കണം. ഓക്കെയാണേ. അപ്പോൾ രാഷ്ട്രപതിക്ക് വേണ്ട പ്രധാനപ്പെട്ട യോഗ്യതകൾ എന്തൊക്കെയാ? അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോക്സഭാ അംഗമാകാനുള്ള യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം. ഇനി രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ നമുക്കൊന്ന് നോക്കാം. പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുക. പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുക. സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുക. സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുക. സൈന്യത്തിന്റെ പരമോന്നത കമാൻഡറായി പ്രവർത്തിക്കുക. സൈന്യത്തിന്റെ പരമോന്നത കമാൻഡറായി പ്രവർത്തിക്കുക. ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക. ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക. ബില്ലുകൾക്ക് അംഗീകാരം നൽകുക. ബില്ലുകൾക്ക് അംഗീകാരം നൽകുക. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അടിയന്തരാവസ്ഥ അനുച്ഛേദം ഏതൊക്കെയാ? 352, 356, 360. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. അടിയന്തരാവസ്ഥ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാ? 352, 356, 360. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. അപ്പോ നമ്മുടെ രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാ? പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുക, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുക, സൈന്യത്തിന്റെ പരമോന്നത കമാൻഡറായി പ്രവർത്തിക്കുക, ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അടിയന്തരാവസ്ഥ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാ? 352, 356, 360. ഇനിയാണ് ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ എത്രയാ? ആർട്ടിക്കിൾ 61 മറക്കല്ലേ. അനുച്ഛേദം 61 ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്ന. ആരുടെ ഇംപീച്ച്മെന്റ്? രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്നത്. രാഷ്ട്രപതി ഭരണഘടനാ ലംഘനം നടത്തിയാൽ പാർലമെന്റിനെ ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ നീക്കം ചെയ്യുവാൻ കഴിയും. നമ്മുടെ രാഷ്ട്രപതി ഭരണഘടനാ ലംഘനം നടത്തിയാൽ പാർലമെന്റിന് ഇംപീച്ച്മെന്റ് നടപടികളിലൂടെ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുവാനും കഴിയുന്നു. അപ്പോൾ രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യുന്ന അനുച്ഛേദം എത്രയാ? അനുച്ഛേദം 61 ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 63 മുതൽ 71 വരെ. ഉപരാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാ? 63 മുതൽ 71 വരെ. രാജ്യസഭയുടെ അധ്യക്ഷൻ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുക. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതും ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജ് മുഖേന തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ആര്? ഉപരാഷ്ട്രപതി. അപ്പോൾ ഉപരാഷ്ട്രപതിയെ എങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത്? പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജ് മുഖേനയാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മന്ത്രിസഭ. പ്രധാനമന്ത്രിയും അതുപോലെ മന്ത്രിസഭയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 74, 75. പ്രധാനമന്ത്രിയെ പറ്റിയും മന്ത്രിസഭയെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാ? അനുച്ഛേദം 74, 75. രാഷ്ട്രപതി നിയമിക്കുന്നു. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ സഖ്യത്തിന്റെയോ നേതാവായിരിക്കും സാധാരണയായി പ്രധാനമന്ത്രിയാകുന്നത്. രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരാകും പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ സഖ്യത്തിന്റെ നേതാവായിരിക്കും സാധാരണയായിട്ട് പ്രധാനമന്ത്രിയാകുന്നത്. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി മന്ത്രിമാരെ നിയമിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി മന്ത്രിമാരെ നിയമിക്കുന്നു. മന്ത്രിസഭ ലോകസഭയോട് കൂട്ടായി ഉത്തരവാദിത്തമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിരിക്കും കേട്ടോ. മന്ത്രിസഭ ലോകസഭയോട് കൂട്ടായി ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. അതുകൂടെ ഒന്ന് ഓർക്കുക. പ്രധാനമന്ത്രിയുടെ അധികാരം എന്തെന്ന് ചോദിച്ചാൽ മന്ത്രിസഭയുടെ തലവനാണ് അദ്ദേഹം. നയരൂപീകരണം നടത്തുന്നത് പ്രധാനമന്ത്രിയാണ്. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രധാനമന്ത്രിയാണ്. വിവിധ മന്ത്രാലയങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതും ആരുടെ ജോലിയാ അല്ലെങ്കിൽ അധികാരമാ? നമ്മുടെ പ്രധാനമന്ത്രിയുടെ അധികാരമാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ അധികാരം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മന്ത്രിസഭയുടെ തലവനായി പ്രവർത്തിക്കുക, നയരൂപീകരണം നടത്തുക, സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുക, വിവിധ മന്ത്രാലയങ്ങളെ ഏകോപിപ്പിക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ എത്രയാ? 76. അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76. അറ്റോർണി ജനറലിന്റെ ആർട്ടിക്കിൾ ഏതാ? 76 ആണ്. വീണ്ടും പറയുന്നു, അറ്റോർണി ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 76 ആണ്. ഇന്ത്യൻ സർക്കാരിന്റെ പ്രധാന നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ ആണ്. ഇന്ത്യൻ സർക്കാരിന്റെ പ്രധാന നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാ? അറ്റോർണി ജനറൽ ആണ്. രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആരാ?
രാഷ്ട്രപതിയാണ്. അടുത്തതാണ് സംസ്ഥാന കാര്യനിർവഹണം. എന്താണ് സംസ്ഥാന കാര്യനിർവഹണം? സംസ്ഥാന കാര്യനിർവഹണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം 6 ആണ്. സംസ്ഥാന കാര്യനിർവഹണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം 6 ആണ്. സംസ്ഥാന കാര്യനിർവഹണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 153 മുതൽ 167 വരെ. സംസ്ഥാന കാര്യനിർവഹണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാ? അനുച്ഛേദം 153 മുതൽ 167 വരെയാണ്. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയെന്ന് ചോദിച്ചാൽ ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ, അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന കാര്യനിർവഹണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ, അഡ്വക്കേറ്റ് ജനറൽ. ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഗവർണറാണ്. ഗവർണറിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 153 മുതൽ 162 വരെ. ഗവർണറിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 153 മുതൽ 162 വരെ. സംസ്ഥാന കാര്യനിർവഹണാധികാരം ഗവർണറിൽ നിക്ഷിപ്തമാണ്. സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണാധികാരം ഗവർണറിൽ നിക്ഷിപ്തമാണ്. ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണാധികാരം ഗവർണറിൽ നിക്ഷിപ്തമാണ്. രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഇനി ഗവർണറുടെ പ്രധാനപ്പെട്ട ചുമതല എന്തെന്ന് നോക്കണ്ടേ? മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുക, സംസ്ഥാന നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചുമതലകൾ എന്നിവ വഹിക്കുക. സംസ്ഥാന നിയമസഭയുമായി ബന്ധപ്പെട്ട ചുമതലകൾ വഹിക്കുക. ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക. അപ്പോൾ ഗവർണറുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാ? മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുക, സംസ്ഥാന നിയമസഭയുമായി ബന്ധപ്പെട്ട ചുമതലകൾ ചെയ്യുക, ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് മുഖ്യമന്ത്രിയും മന്ത്രിസഭയുമാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും പറ്റി പറയുന്ന അനുച്ഛേദം 163, 164. മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 163, 164. മുഖ്യമന്ത്രി, ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. കേരള മുഖ്യമന്ത്രി ആവട്ടെ, ഏതൊരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാ? ഗവർണറാണ്. സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി അല്ലെങ്കിൽ സഖ്യത്തിന്റെ നേതാവായിരിക്കും സാധാരണയായി മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഇനി ആരാകും മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ അല്ലെങ്കിൽ സഖ്യത്തിന്റെ നേതാവായിരിക്കും സാധാരണയായിട്ട് മുഖ്യമന്ത്രിയാകുന്നത്. ഇനി മന്ത്രിസഭ. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണർ മന്ത്രിമാരെ നിയമിക്കുന്നു. മന്ത്രിസഭ സംസ്ഥാന നിയമസഭയോട് കൂട്ടായി ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. അപ്പോൾ മന്ത്രിസഭ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണർ മന്ത്രിമാരെ നിയമിക്കുന്നു. മന്ത്രിസഭ സംസ്ഥാന നിയമസഭയോട് കൂട്ടായി പ്രവർത്തിച്ച് അല്ലെങ്കിൽ കൂട്ടായി ഉത്തരവാദിത്തമുള്ളവർ ആയിരിക്കും. അടുത്തതാണ് അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 165 ആണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാ? അഡ്വക്കേറ്റ് ജനറലാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രധാന നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് ജനറലാണ്. അഡ്വക്കേറ്റ് ജനറലിന്റെ അനുച്ഛേദം 165 ആണ്. അഡ്വക്കേറ്റ് ജനറൽ നിയമിക്കുന്നത് ആരാ? ഗവർണറാണ്. അടുത്തതാണ് ആർട്ടിക്കിൾ 166. അതായത് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ച ആർട്ടിക്കിൾ 166 ജസ്റ്റ് ഒന്ന് പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒരു സംസ്ഥാന സർക്കാരിന്റെ കാര്യനിർവഹണം എങ്ങനെ നടത്തണമെന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 166. ഒരു സംസ്ഥാന സർക്കാരിന്റെ കാര്യനിർവഹണം എങ്ങനെ നടത്തണമെന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 166 ആണ്. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ കാര്യനിർവഹണ നടപടികളും ഗവർണറുടെ പേരിൽ നടത്തിയതായിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ കാര്യനിർവഹണ നടപടികളും ഗവർണറുടെ പേരിൽ നടത്തിയതായിരിക്കണം. അതായത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവട്ടെ, അയാളെ നീക്കം ചെയ്യണമെങ്കിൽ പോലും ആര് പറയണം? ഗവർണർ പറയണമെന്ന് അർത്ഥം കേട്ടോ. ഓക്കെ ആണ്. ഗവർണറുടെ പേരിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും മറ്റു രേഖകളും ഗവർണർ നിർമ്മിക്കുന്ന നിയമങ്ങളിൽ നിർവഹിച്ചിരിക്കുന്ന രീതിയിൽ ആധികാരികമായി സാക്ഷ്യപ്പെടുത്തണം. ഗവർണറുടെ പേരിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളിലും അതുപോലെ തന്നെ മറ്റു രേഖകളിലും ഗവർണർ നിർമ്മിക്കുന്ന നിയമങ്ങളിൽ നിർവഹിച്ചിരിക്കുന്ന രീതിയിൽ ആധികാരികമായി സാക്ഷ്യപ്പെടുത്തണം. സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും മന്ത്രിമാർക്കിടയിൽ ഈ കാര്യങ്ങൾ വിഭജിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും മന്ത്രിമാർക്കിടയിൽ ഈ കാര്യങ്ങൾ വിഭജിക്കുന്നതിനും വേണ്ടിയുള്ള
നിയമങ്ങൾ നിർമ്മിക്കുവാൻ ഗവർണർക്ക് അധികാരമുണ്ട്. ഇത്രയുമായിരുന്നു നമ്മുടെ 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് ഡേ 6 നമ്മൾ പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് വിളികളെത്തുന്ന സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു.